നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി ഈശോ വില കൊടുത്തു. ഈ മൂന്നാം ദിവസം നാം ധ്യാനിക്കുന്ന വിഷയം ഈശോ മിശിഹ തൻ്റെ കുരിശ് മരണത്തിലൂടെ നമ്മെ വീണ്ടെടുത്തു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, തെയോസ് വിശുദ്ധവാര ധ്യാന ചിന്തകളുടെ മൂന്നാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തെയോസ് എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവം ലോകചരിത്രത്തിൽ നടത്തിയ അത്ഭുതകരമായ ഇടപെടലുകളെ കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത്. ഈ മൂന്നാം ദിവസം നാം ധ്യാനിക്കുന്ന വിഷയം ഈശോ മിശിഹ തൻ്റെ കുരിശ് മരണത്തിലൂടെ നമ്മെ വീണ്ടെടുത്തു. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ച് കുരിശിൻ്റെ വഴിയിൽ നാം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനാ ശകലമാണിത്: ഈശോ മിശിഹ തൻ്റെ കുരിശ് മരണത്താൽ നമ്മെ വീണ്ടെടുത്തു എന്ന്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ വീണ്ടെടുപ്പിലൂടെ എന്താണ് ഈശോ ചെയ്തത്? ആ വീണ്ടെടുപ്പ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് എന്ന് നമുക്ക് ഈ ദിവസം ചിന്തിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 23-24 വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. എല്ലാവരും പാപം മൂലം ദൈവമഹത്വത്തിന് അയോഗ്യരായി പോയവരാണ്. മനുഷ്യർ ബലഹീനരാണ്. പാപകരമായ ജീവിതത്തിൽ പലപ്പോഴും പെട്ടുപോകുന്നവരാണ്. അങ്ങനെ ദൈവമഹത്വത്തിന് അയോഗ്യരായിത്തീരുന്നവരാണ്. ഇവരെ ഈ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് ആരാണ് രക്ഷിക്കുക? ഇവർക്ക് എങ്ങനെയാണ് മോചനം ലഭിക്കുക? ഇവർക്ക് എങ്ങനെയാണ് ഒരു വീണ്ടെടുപ്പ് സാധ്യമാകുക എന്നതിനെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ ഇവിടെ സംസാരിക്കുന്നത്. യേശു ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിലൂടെ അവർ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുന്നവനാണ്. നമ്മൾ വീണുപോയ പാപകരമായ സാഹചര്യത്തിൽ നിന്ന്, നമ്മൾ വീണുപോയ ബന്ധനത്തിൽ നിന്ന്, നമ്മൾ വീണുപോയ അഗാധ ഗർത്തങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നവനാണ്. അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവനാണ്. ഈ വീണ്ടെടുപ്പിനെ കുറിച്ച് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കാം. വീണ്ടെടുപ്പ് എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന ഈ വാക്കിന് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സമാനമായ ഗ്രീക്ക് പദം അപ്പോലിത്രോസിസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. വളരെയധികം അർത്ഥമുള്ള ഒരു വാക്കാണ് ഇത്. ഈ വാക്ക് സൂചിപ്പിക്കുന്നത് ഒരു അടിമയെ വീണ്ടെടുക്കാൻ, ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിയെ വീണ്ടെടുക്കാൻ പകരമായി കൊടുക്കേണ്ട മോചന ദ്രവ്യത്തെക്കുറിച്ചാണ്. മോചനദ്രവ്യം കൊടുത്ത് വീണ്ടെടുക്കുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഒരു അടിമയെ അവൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ മോചനദ്രവ്യം കൊടുക്കണം. എന്നിട്ട് അവനെ അതിൽ നിന്നും വിമോചിപ്പിക്കണം. അപ്പോഴാണ് അടിമ സ്വതന്ത്രനാകുന്നത്. അതുപോലെ ജയിലിൽ അടയ്ക്കപ്പെട്ട വ്യക്തിക്ക് സ്വാതന്ത്ര്യം നൽകണമെങ്കിൽ, അവന് വിമോചനം നൽകണമെങ്കിൽ അതിന് പകരമായി മോചന ദ്രവ്യം നൽകണം. അങ്ങനെ മോചന ദ്രവ്യം നൽകി വീണ്ടെടുക്കുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തു പാപത്തിൽ വീണുപോയ, ദൈവ മഹത്വത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവംശത്തെ വീണ്ടെടുക്കാനായി തീരുമാനിച്ചു. വീണ്ടെടുപ്പിന് വേണ്ടി ഈശോ വില കൊടുത്തു. ഈശോ തൻ്റെ രക്തം വഴി വില കൊടുത്താണ് മനുഷ്യവർഗത്തെ വീണ്ടെടുത്തത്. അല്ലെങ്കിൽ മനുഷ്യവംശം പാപത്തിൽ പെട്ട് നശിച്ചു പോകുമായിരുന്നു. അവർ അതിൽ നിന്നും വീണ്ടെടുത്ത് സ്വാതന്ത്ര്യം നൽകാനായി ഈശോ മോചന ദ്രവ്യം നൽകുകയാണ് ചെയ്തത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട്:
ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ വിമോചനത്തിന് വേണ്ടി മോചനദ്രവ്യമായി അർപ്പിക്കപ്പെടാനും വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതെന്ന്, മോചനദ്രവ്യമായി നൽകപ്പെടാൻ വന്നവനാണ് ഈശോ. അങ്ങനെ മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തന്നെ മോചനദ്രവ്യമായി ഈശോ അർപ്പിച്ചു. ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നാം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോചനദ്രവ്യമായി ഈശോ നൽകിയത് സ്വന്തം രക്തമാണ്. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വചനങ്ങളിൽ വിശുദ്ധ പത്രോസ് ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ പൂർവികരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനായി ഈശോ എന്ത് വിലയാണ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കാലക്രമേണ വില നഷ്ടപ്പെട്ടു പോകുന്ന സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കുഞ്ഞാടിൻ്റേതുപോലുള്ള നിഷ്കളങ്കമായ രക്തം കൊണ്ടാണ് അവിടുന്ന് നിങ്ങളെ രക്ഷിച്ചത്. യേശു വിലയായി കൊടുത്തത് ഈ ഭൂമിയിലെ എന്തെങ്കിലും സമ്പത്തല്ല. യേശു വിലയായി കൊടുത്തത് തൻ്റെ പക്കലുള്ള എന്തെങ്കിലും വസ്തുവോ സമ്പത്തോ അല്ല, മറിച്ച് യേശു വിലയായി കൊടുത്തത് സ്വന്തം രക്തമാണ്. ജീവനെ വിലയായി കൊടുത്ത്, ജീവനെ സമർപ്പിച്ച്, മോചനദ്രവ്യമായി കൊടുത്ത് നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഈശോ വീണ്ടെടുത്തു. അങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തിന് അയോഗ്യരായിരുന്ന നമ്മെ ദൈവത്തിന്റെ മഹത്വത്തിന് യോഗ്യരാക്കി ഈശോ മാറ്റി. ഈ രക്തമാണ് മോചനദ്രവ്യം. ഈശോ നൽകിയത് ഈ വിലയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ടാണ് നാം പറയുന്നത് നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി ഈശോ വില കൊടുത്തു. ആ വില എന്താണ്? തൻ്റെ രക്തം. നമുക്കറിയാം, നമ്മൾ ഒരു വസ്തുവിന് വില കൊടുത്താൽ നമ്മളാണ് ഉടമസ്ഥരാകുന്നത്. നമ്മളൊരു പറമ്പിന് വില കൊടുത്താൽ ആ പറമ്പിൻ്റെ ഉടമസ്ഥരായി നാം മാറും. ഈശോ നമുക്ക് വേണ്ടി വില കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ഉടമസ്ഥനാണ്, അവൻ നമ്മുടെ ഉടയവനാണ്, നമ്മെ വീണ്ടെടുത്തവനാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, നമ്മൾ ക്രിസ്തുവിൻ്റെ ജനമാണ്. ക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത പരിശുദ്ധമായ ജനമാണ് നമ്മൾ. നമുക്ക് വേണ്ടി അവൻ തൻ്റെ പരിശുദ്ധമായ രക്തം വിലയായി കൊടുത്തു. ഇതിനേക്കാൾ വലിയൊരു വില നമുക്ക് നൽകാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ. വിശുദ്ധ പൗലോസ് ശ്ലീഹ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ അന്നത്തെ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരോട് പറയുന്നു: ക്രിസ്തു തന്റെ രക്തത്താൽ നേടിയെടുത്ത സഭയെ നയിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്ന്. ഇവിടെ പൗലോസ് ശ്ലീഹയും പറയുന്നു, ക്രിസ്തു തന്റെ രക്തത്താൽ നേടിയെടുത്തവരാണ് സഭാമക്കൾ എന്ന്. ക്രിസ്തു തന്റെ സഭയെ രക്ഷിക്കാനായി വില കൊടുത്തത് തൻ്റെ രക്തം കൊണ്ടാണെന്ന്. വെളിപാടിന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശു നമുക്ക് വേണ്ടി വില കൊടുത്തു. അങ്ങനെയാണ് യേശു നമ്മെ വീണ്ടെടുത്തത്. എന്താണ് ഈ രക്തത്തിൻ്റെ പ്രത്യേകത? ഇത് ശാശ്വതമാണ്, ഇത് പാപങ്ങളെ പരിഹരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ കാലത്തുമായി നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായി, ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന് പരിഹാരമായി ജന്തുക്കളുടെ രക്തം അർപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാപമോചനം ശാശ്വതമായിരുന്നില്ല, അതൊരു വീണ്ടെടുപ്പായിരുന്നില്ല, അതൊരു താത്കാലികമായ പാപമോചനമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും വീണ്ടും വീണ്ടും ബലിയർപ്പിക്കണമായിരുന്നു. ആ വീണ്ടെടുപ്പ് ശാശ്വതമായിരുന്നില്ല. കാരണം അർപ്പിക്കപ്പെട്ടിരുന്ന ജന്തുക്കൾ അശാശ്വതമായ ജന്തുക്കളായിരുന്നു, സൃഷ്ടിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബലിയർപ്പണത്തിലൂടെ സംഭവിക്കുന്നത് താത്കാലികമായ ഒരു വീണ്ടെടുപ്പ് മാത്രമായിരുന്നു. എന്നാൽ ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ ജന്തുക്കളുടെ സ്ഥാനത്ത് ഈശോ തൻ്റെ രക്തം അർപ്പിച്ചപ്പോൾ ആ ബലിയർപ്പണം, ആ വീണ്ടെടുപ്പ് ശാശ്വതമായി മാറി. കാരണം യേശുവിനും മാറ്റമില്ല, എന്നും ഒരുപോലെ ഇരിക്കുന്നവനാണ് യേശു. യേശു അർപ്പിച്ച രക്തത്തിന്റെ വില ഒരിക്കലും തീരാത്തതാണ്, ഒരിക്കലും മാറാത്തതാണ്. അതുകൊണ്ട് ശാശ്വതമായൊരു വീണ്ടെടുപ്പാണ് നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മെ വീണ്ടെടുത്ത് യേശു രക്ഷിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് പെസഹായുടെ ആചരണത്തിന്റെ വെളിച്ചത്തിലും വളരെ മനോഹരമായി മനസ്സിലാക്കാൻ സാധിക്കും.
ഈജിപ്തിലെ അടിമത്തത്തിലായിരുന്ന ദൈവജനത്തെ മോചിപ്പിക്കാനായി കർത്താവ് ഏറ്റവും അവസാനം നൽകിയ പരീക്ഷയായിരുന്നു കടിഞ്ഞൂൽ പുത്രന്മാരുടെ വധം. കടിഞ്ഞൂൽ പുത്രന്മാരെ കർത്താവായ ദൈവം സംഹരിക്കുന്ന സമയത്ത് പെസഹ ആചരിക്കുന്ന സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ആട്ടിൻകുട്ടിയെ വധിക്കുകയും അതിൻ്റെ രക്തം എല്ലാ കട്ടിളപ്പടികളിലും തെളിക്കുകയും ചെയ്യണം. ഈ ആട്ടിൻകുട്ടിയുടെ രക്തം രക്ഷയുടെ അടയാളമാണ്. സംഹാരദൂതൻ ഈ കട്ടിളപ്പടിയിലെ രക്തം കണ്ട് കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ ആ ഭവനം രക്ഷിക്കപ്പെടും. ആ ഭവനത്തിലുള്ള കടിഞ്ഞൂൽ പുത്രന്മാർ സംരക്ഷിക്കപ്പെടും, അവർ വീണ്ടെടുക്കപ്പെടും. എന്നാൽ മറ്റുള്ളവരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെ സംഹാരദൂതൻ സംഹരിക്കുകയും ചെയ്യും. അങ്ങനെ ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനം അവരുടെ കട്ടിളപ്പടികളിൽ പൂശിയപ്പോൾ ആ അടയാളം കണ്ട്, ആ രക്തത്തിന്റെ അടയാളം കണ്ട് അവരുടെ കടിഞ്ഞൂൽ പുത്രന്മാർ വീണ്ടെടുക്കപ്പെട്ടു, സംരക്ഷിക്കപ്പെട്ടു. ഇന്ന് ആ ആട്ടിൻകുട്ടിയുടെ സ്ഥാനത്ത് യേശുവാണ് സ്വന്തം രക്തം വിലയായി കൊടുക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിലും 36-ാമത്തെ വചനത്തിലും സ്നാപ യോഹന്നാൻ പറയുന്നു, യേശു ലോകത്തിന്റെ കുഞ്ഞാടാണ്. ആ ആടിന്റെ സ്ഥാനത്ത് യേശു വധിക്കപ്പെടുന്നു, യേശു ബലിയർപ്പിക്കപ്പെടുന്നു. അവന്റെ രക്തം കൊണ്ട് നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നു. ഈ വിശുദ്ധ വാരത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ സാധ്യതമാകണമെങ്കിൽ നാം ആദ്യമായി ചെയ്യേണ്ടത് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, കന്യകാ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. യേശുവിന് ആ പേര് നൽകപ്പെട്ടത് യേശു പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനായതുകൊണ്ടാണ്. യേശു മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നവനായതുകൊണ്ടാണ് യേശുവിന് ആ പേര് നൽകപ്പെട്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പേര് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ തിരിച്ചറിയാനോ ഒരു വ്യക്തിയെ വിളിക്കാനോ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല. ഇന്ന് നമ്മുടെ സാധാരണ ജീവിതത്തിൽ പേര് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ തിരിച്ചറിയാനും ആ വ്യക്തിയെ വിളിക്കാനും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ പേര് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. ആ വ്യക്തി ചെയ്യാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്ന പേരാണ്. ആ വ്യക്തിയുടെ ദൗത്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലപ്പോഴും ദൈവം വിളിക്കുന്നവർക്ക് ദൈവം പുതിയ പേര് കൊടുക്കുന്നത്. അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പേര്. ആ പേര് ആ വ്യക്തിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുക, ആ വ്യക്തിയുടെ ദൗത്യത്തെയാണ് സൂചിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ യേശു എന്ന പേര് യേശു ചെയ്യാൻ പോകുന്ന കാര്യത്തെയും യേശുവിൻ്റെ സാന്നിധ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ യേശു എന്ന പേര് വരുന്നത് യശുവ എന്ന ഹീബ്രു പേരിൽ നിന്നാണ്. യശുവ എന്ന് പറഞ്ഞാൽ യാവേ രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഉള്ളുകൊണ്ട് വിശ്വസിച്ച് ദൃഢമായ വിശ്വാസത്തോടെ യേശുവേ എന്ന് നാം വിളിച്ചാൽ അത് രക്ഷയുടെ അനുഭവമാണ്. വീണ്ടെടുപ്പ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അനുഭവിക്കാൻ അത് നമ്മെ സഹായിക്കും. യേശു എന്ന പേരിന് വലിയ ശക്തിയുണ്ട്. ആ നാമത്തിലൂടെ വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു. യേശു നൽകിയ രക്ഷയിൽ നമ്മൾ പങ്കുപറ്റുന്നു. അതിനാൽ യേശു എന്ന പേരിൽ നമ്മൾ പ്രാർത്ഥിക്കണം. യേശു എന്ന് വിളിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ആ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ രക്ഷയുടെ അനുഭവം നമുക്കുണ്ടാകുന്നു, വീണ്ടെടുപ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. രക്ഷ നൽകുന്ന നാമമാണ് കർത്താവിൻ്റെ നാമം, രക്ഷ നൽകുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. യേശുവ എന്ന പേരിലൂടെ വീണ്ടെടുപ്പ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെതിരെ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ ഇക്കാര്യം പൗലോസ്ലീഹയും ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന
ഓരോ വ്യക്തിയും രക്ഷിക്കപ്പെടും. രക്ഷ പ്രാപിക്കാൻ ഉപയോഗിക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. വിശുദ്ധ പത്രോസ്ലിഹ അപ്പോസ്തലരുടെ പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിൻ്റെ നാമത്തിലാണ് രക്ഷ ഉള്ളത്. യേശുവിൻ്റെ നാമം രക്ഷ നൽകുന്ന നാമമാണ്. അതിനാൽ ഈ വിശുദ്ധവാരത്തിൽ വീണ്ടെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ രക്ഷ സ്വായത്തമാക്കുവാൻ, ആ വീണ്ടെടുപ്പിന്റെ അനുഭവം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സജീവമായി നിലനിൽക്കാൻ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നാം പ്രാർത്ഥിക്കണം. ആ നാമം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. യേശുവേ യേശുവേ എന്ന് ഉരുവിടുന്നത് തന്നെ രക്ഷയുടെ അനുഭവമാണ്, വീണ്ടെടുപ്പിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ മാനസാന്തരപ്പെടണം. രക്ഷ വഴി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. കാരണം യേശു നമ്മെ വീണ്ടെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ പഴയ ജീവിതത്തിൽ നിന്ന് നമ്മെ മാറ്റിയെടുക്കുന്നു. പഴയ ജീവിത രീതികളിൽ നിന്നും പഴയ എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും യേശു നമ്മെ മാറ്റിയെടുക്കുന്നു, വീണ്ടെടുക്കുന്നു. അതിനാൽ നമ്മൾ പുതിയ സൃഷ്ടികളായി മാറണം. നമ്മൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുമ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് പൂർണ്ണമായും അനുഭവിക്കാൻ സാധിക്കുന്നത്. യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുന്നവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുന്നത്. മാനസാന്തരപ്പെടുന്നവർക്കാണ് വീണ്ടെടുപ്പിന്റെ അനുഭവം ഉണ്ടാകുന്നത്. ഈ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിത രീതികളിൽ നിന്നും, പഴയ ജീവിതത്തിൽ നിന്നും, പരാജയത്തിൽ നിന്നും, വേദനകളിൽ നിന്നും നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നു. അതിനാൽ ഈ വിശുദ്ധവാരത്തിൽ നമ്മുടെ പഴയ ജീവിതത്തോട് വിട പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റം വരുത്താൻ നാം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. മാനസാന്തരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് കർത്താവിങ്കിലേക്ക് തിരിയുന്നതാണ്. സാധാരണ രീതിയിൽ മാനസാന്തരത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം ചിന്തിച്ചു പോകാറുണ്ട്, പാപങ്ങളെക്കുറിച്ച് ഓർത്ത് കരയുന്നതും വിലപിക്കുന്നതും ഒക്കെ മാനസാന്തരത്തിൻ്റെ ഉത്തമമായ അടയാളങ്ങളാണ് എന്ന്. എന്നാൽ യഥാർത്ഥ മാനസാന്തരം അടങ്ങിയിരിക്കുന്നത് കർത്താവിങ്കിലേക്ക് തിരിയലാണ്. കാരണം കർത്താവ് നമ്മെ വീണ്ടെടുത്തു, അവനിലേക്ക് നാം തിരിയണം, അവനിലേക്ക് നാം നടന്നു നീങ്ങണം. പഴയ നിയമത്തിൽ ഹീബ്രു ഭാഷയിൽ മാനസാന്തരത്തെ സൂചിപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷൂബ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഷൂബ് എന്ന വാക്കിൻ്റെ അർത്ഥം കരയുക എന്നോ വിലപിക്കുക എന്നോ വേദനിക്കുക എന്നോ ഒന്നുമല്ല. ഷൂബ് എന്ന വാക്കിൻ്റെ അർത്ഥം തിരിയുക എന്നാണ്. പാപത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുക. ഇന്ന് ഈ വിശുദ്ധവാരത്തിൽ നമ്മൾ ഷൂബ് എന്ന പദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മാനസാന്തരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം എന്താണ് മനസ്സിൽ കരുതേണ്ടത്? ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. എൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് കർത്താവിങ്കിലേക്ക് ഞാൻ തിരിയണം. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണം. യഥാർത്ഥത്തിൽ ഷൂബ് എന്ന് പറഞ്ഞാൽ കർത്താവിങ്കിലേക്ക് പരിപൂർണമായി തിരിയുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യു ടേൺ എടുക്കുക. ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യൻ തെറ്റ് തിരിച്ചറിഞ്ഞ് വീണ്ടെടുത്ത, രക്ഷിച്ച ദൈവത്തിലേക്ക് തിരിയുക, യു ടേൺ എടുക്കുക. വഴിമാറിപ്പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ യു ടേൺ എടുത്ത് തിരിച്ചു പോകുന്നത്, അതുപോലെ നമ്മെ വീണ്ടെടുത്തവനിലേക്ക്, നമ്മെ രക്ഷിച്ചവനിലേക്ക് നാം യു ടേൺ എടുക്കുമ്പോഴാണ് യഥാർത്ഥ പശ്ചാത്താപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിത രീതികളിൽ യു ടേൺ സംഭവിക്കണം. നമ്മുടെ മനോഭാവങ്ങളിൽ യു ടേൺ സംഭവിക്കണം. നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിലും യു ടേൺ സംഭവിക്കണം. ഇന്നലെ വരെ ജീവിച്ച രീതിയിലായിരിക്കരുത് ഇനി നാം ജീവിക്കേണ്ടത്. കാരണം കർത്താവ് നമ്മെ വീണ്ടെടുത്തു കഴിഞ്ഞു. ഈ വിശുദ്ധവാരത്തിൽ അതിനെക്കുറിച്ച് നാം ധ്യാനിക്കുകയാണ്. ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ശക്തമായി വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ കർത്താവിങ്കിലേക്ക് തിരിയണം, യു ടേൺ എടുക്കണം. അങ്ങനെയാണ് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഈ വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടത്. മൂന്നാമതായിട്ട് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. കാരണം അവിടുന്ന് നമ്മെ വീണ്ടെടുത്തു കഴിഞ്ഞു. നാം ഇനി മുതൽ ലോകത്തിൻ്റെതല്ല. നാം ഇനി മുതൽ ഈ ലോകത്തിൻ്റെ രീതികൾക്കനുസരിച്ച് ജീവിക്കേണ്ടവരുമല്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. നമ്മെ അവൻ വീണ്ടെടുത്തു കഴിഞ്ഞു. നാം അവൻ്റെ സ്വത്താണ്. യേശുവാണ് നമ്മുടെ ഉടയവൻ.
യേശുവാണ് നമ്മുടെ ഉടമസ്ഥൻ, നാം അവൻ്റെ സ്വത്താണ്. അതുകൊണ്ട് അവനോട് നാം ചേർന്ന് നിൽക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെതല്ല, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല, ഈ ലോകത്തിൻ്റെ വഴികളാകരുത് നമ്മുടെ വഴികൾ. കാരണം കർത്താവ് നമ്മെ വീണ്ടെടുത്ത് സ്വന്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ സ്വന്തമാണെന്നും നാം ഈ ലോകത്തിൻ്റെതല്ല എന്ന് മനസ്സിലാക്കി യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടെടുപ്പിൻ്റെ അനുഭവം സ്വന്തമാക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല, എന്നാൽ ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി പാപമോ ലോകമോ എൻ്റെ മേൽ സ്വാധീനം ചെലുത്തിക്കൂടാ. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, ഞാൻ യേശുവിൻ്റെതായി മാറിയിരിക്കുന്നു. ഇങ്ങനെ ലോകത്തിൽ നിന്നും കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് കർത്താവിനോട് ചേർന്നിരിക്കുക, കർത്താവിൻ്റെ സ്വന്തമായിരിക്കുക. അപ്പോഴാണ് ഈ വീണ്ടെടുപ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നത്. യേശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, നീ എൻ്റേതാണ്. കർത്താവ് നമ്മുടെ മേൽ ഒരു വലിയ അവകാശവാദം ഉന്നയിക്കുകയാണ്. കാരണം എന്താണ്? അവിടുന്ന് തൻ്റെ പരിപാലനയിൽ നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈശോ തൻ്റെ രക്തം വിലയായി കൊടുത്ത് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിന് അയോഗ്യരായിരുന്ന ജനത്തെ മുഴുവൻ തൻ്റെ രക്തം വിലയായി കൊടുത്ത് യേശു വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പ് വഴി നമ്മൾ യേശുവിൻ്റെ സ്വന്തമായി. നമ്മെ സ്വന്തമാക്കിയവനാണ് ഈശോ. ആ യേശുവിനെ തിരിച്ചു സ്വന്തമാക്കുവാനും ആ യേശുവിൻ്റെ സ്വന്തമായിരിക്കാനും നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് വീണ്ടെടുപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ വിശുദ്ധവാരത്തിൽ കർത്താവിൻ്റെ സ്വന്തമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചേർന്നിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം അവിടുന്നാണ് നമ്മെ സ്വന്തമാക്കിയത്, അവിടുന്ന് നമ്മെ വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ഹൃദയത്തോട് ചേർന്നിരിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. നാം ഈ ലോകത്തിൻ്റെ സ്വന്തമല്ല. നമ്മൾ നമ്മുടെ പഴയ ജീവിതങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സ്വന്തമായിരിക്കാൻ ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഇതാണ് വീണ്ടെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അടിമത്തത്തിലായിരുന്ന ദൈവജനത്തെ കർത്താവ് വിമോചിപ്പിച്ചതുപോലെ, അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് വീണ്ടെടുത്തതുപോലെ യേശു ക്രിസ്തുവും നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. മോചനദ്രവ്യം കൊടുത്ത് അടിമകളെ വീണ്ടെടുക്കുന്നത് പോലെ, ജയിലിലുള്ളവരെ വീണ്ടെടുക്കുന്നത് പോലെ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന നമ്മെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നു. വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് മോചനദ്രവ്യമായി തൻ്റെ തന്നെ രക്തമാണ് അർപ്പിച്ചത്. ആ രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ വില. ആ രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ മോചനദ്രവ്യമായി കർത്താവ് കൊടുത്തത്. അങ്ങനെ ഇത്രയും സ്നേഹപൂർവം കാരുണ്യപൂർവം നമ്മെ വീണ്ടെടുത്ത കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ കർത്താവ് നമ്മെ തൻ്റെ പക്കലേക്ക് ക്ഷണിക്കുന്നു. ഈ വിശുദ്ധവാരത്തിൽ നേരത്തെ പറഞ്ഞ 3 വഴികളിലൂടെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ, കർത്താവിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നതിലൂടെ, കർത്താവിൻ്റെ സ്വന്തമാണെന്ന് കരുതി ലോകത്തിൻ്റെ സ്വന്തമാകാതെ ജീവിച്ച് ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവം നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കണം. ഈ ഒരു ഉദ്ദേശത്തോടെ ഈ വിശുദ്ധവാരത്തിൽ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഇന്ന് ഈ തെയോസ് വിശുദ്ധവാര ധ്യാന ചിന്തകളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു ഉദ്ദേശത്തെ മുൻനിർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമഹത്വത്തിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ വീണ്ടെടുക്കാൻ, വിമോചിപ്പിക്കാൻ അങ്ങ് മോചനദ്രവ്യമായി മാറിയ വലിയ പരിപാലനയെ ഓർത്ത്, കാരുണ്യത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഈ ലോകത്തിൻ്റെ സ്വന്തമല്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തമല്ല, ഞങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് ചിന്തിക്കുവാനും, വിലയ്ക്ക് വാങ്ങപ്പെട്ട മനുഷ്യരെ പോലെ അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞും അറിയാതെയും
ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ വിശുദ്ധവാരത്തിൽ വലിയ കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ദൈവമേ, അങ്ങിലേക്ക് തിരിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങിലേക്ക് തിരിയുവാനും അങ്ങയോട് കൂടെ ആയിരിക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അങ്ങാണ് ഞങ്ങളുടെ ഉടയവനെന്നും അങ്ങാണ് ഞങ്ങളുടെ ഉടമസ്ഥനെന്നും തിരിച്ചറിഞ്ഞ് നിരന്തരം അങ്ങയെ സ്തുതിച്ച് അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.